ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിലും ഇതങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവും, കുറേ മുൻപാണെന്ന് മാത്രം. എന്തായാലും എനിക്കിത് നല്ല ഇഷ്ടമായി, വീട്ടിലുള്ളവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തന് ഇരിപ്പുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇതന്നെ ഉണ്ടാക്കി നോക്കി. ഇനിയിപ്പോൾ നോമ്പ് ഇല്ലാത്തവരും വിഷമിക്കണ്ട, നല്ല ചൂടല്ലേ, തണ്ണിമത്തനൊക്കെ ഒരുവിധം എല്ലാവരും വാങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ തൊലി ഒന്ന് കട്ട് ചെയ്ത് തൊണ്ട് മാറ്റിയ ശേഷം ഇതുപോലെ കുഞ്ഞ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പീസാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുരു ഒന്നും കളഞ്ഞിട്ടില്ല, കുരു കളയലൊക്കെ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ നന്നായിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒരു കയ്യിൽ വെച്ചൊന്ന് മാക്സിമം അതിൻ്റെ ജ്യൂസ് പോരുന്ന രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കസ്കസ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു രസമാണ്, അത്രമാത്രം. അപ്പം ഞാനിതാ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. ഇതെന്തായാലും ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും കുതിർന്ന് കിട്ടിക്കോളും. പിന്നെ നമ്മളിപ്പോൾ ഉടച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റത്തിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കേണ്ടത്. പഞ്ചസാര നിർബന്ധമൊന്നുമില്ല. ശരിക്കനെ പറഞ്ഞാൽ നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് എന്നുണ്ടെങ്കിൽ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് വെറും പാലൊഴിച്ചാൽ മതിയാവും കേട്ടോ. ഇവിടെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് മധുരം ഇടാതെ എടുത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലോട്ട് പിന്നെ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല തണുത്ത പാല് നോക്കിയിട്ട് തന്നെ ഒഴിക്കുക. അത് അത്യാവശ്യം ഈ ഒരു ലൂസിൽ നമുക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു തണ്ണിമത്തിൽ നിന്ന് വരുന്ന വെള്ളം അതിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ പാലും കൂടി ആഡ് ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മുടെ കസ്കസ് കുതിർത്തിയതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കിയിട്ട് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. പക്ഷേ ഇത് കുടിച്ചാണ്ടല്ലോ, ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല ദാഹം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വിശപ്പൊന്ന് മാറിക്കിട്ടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്